സ്വന്തം അച്ഛന്റെ മൃതദേഹം തെരുവിൽ ഉപേക്ഷിച്ച മകൻ സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പോലും ലംഘിച്ചുകൊണ്ട് അവൻ ബാങ്ക് മോഷണത്തിനായി ഇറങ്ങുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പകലാണ് ഇവൻ ബാങ്ക് കൊള്ളയടിക്കുന്നത്. അങ്ങനെ ഈ ബാങ്ക് കൊള്ളയും തുടർന്ന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതാണ് ഈ സിനിമയുടെ കഥ. വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഈ സിനിമ അവസാനം ഒരു നല്ല ക്ലൈമാക്സ് സമ്മാനിച്ച് കഥ അവസാനിക്കുന്നു. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഈ സിനിമ നമുക്ക് ഒരുമിച്ച് കണ്ടു തുടങ്ങാം. കൂരിരുട്ട് ടോർച്ച് അടിച്ചു നോക്കിയാൽ പോലും അടുത്ത് നിൽക്കുന്നവനെ കാണാൻ പറ്റില്ലാത്തൊരു രാത്രി. കാര എന്ന് വിളിക്കുന്ന കാരസ്വാമി നമ്മുടെ നായകൻ അവന്റെ കൂട്ടുകാരൻ മുരുകേശനും ചേർന്നിട്ട് ഒരു MLA വീട് കൊള്ളയടിക്കാൻ പോകുന്നതും കാണിച്ചാണ് ഈ സിനിമ തുടങ്ങുന്നത്. 90കളിൽ നടക്കുന്ന ഒരു കഥയാണിത്. ലോക്കിനുള്ളിലേക്ക് വെടിമരുന്ന് നിറച്ച ശേഷം അതിൽ തീ കൊളുത്തി പൂട്ടുപൊളിക്കുന്ന രീതിയാണ് കാര ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്നു. സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചു. മുരുകേശന്റെ പങ്ക് മുരുകേശനും കൊടുത്തു. ഇനി മുതൽ നീ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. താൻ ഈ കാശും കൊണ്ട് താൻ സ്നേഹിക്കുന്ന സെല്ലി വിവാഹം കഴിച്ച് എവിടേക്കെങ്കിലും പോയി മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ പോകുകയാണെന്ന് കാര മുരുകേശനോട് പറയുന്നു. എന്നാൽ അവർ സ്വർണവും പണവുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ MLA ആൾക്കാർ അവിടേക്ക് തിരിച്ചെത്തി. പൂട്ടുപൊളിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട് അവർ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് അകത്തു നിന്നും കാര വാതിലിന്റെ കുറ്റിയിട്ടു. അതിനുശേഷം മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ ഹോൾ വഴി മുരുകേശനെ മുകളിലേക്ക് കയറ്റിവിട്ടു. മുരുകേശൻ കൈ കൊടുത്തെങ്കിൽ മാത്രമേ കാരയ്ക്കും ആ കയ്യിൽ കയറി പിടിച്ച് മുകളിലേക്ക് എത്തി രക്ഷപ്പെടാൻ പറ്റൂ. സ്വർണവും പണവും മുരുകേശന് ആദ്യം കാര എറിഞ്ഞു കൊടുത്തെങ്കിലും അതെല്ലാം അവന്റെ കയ്യിൽ നിന്നും വീണ്ടും താഴത്തേക്ക് വീണു. കാര വീണ്ടും അതെല്ലാം എടുക്കുന്നതിനിടയിൽ മുരുകേശൻ രക്ഷപ്പെട്ടു. അവന്റെ സഹായമില്ലാതെ കാരയ്ക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനും പറ്റിയില്ല. അപ്പോഴേക്ക് MLA ആൾക്കാർ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവർ കാരയെ കൈയോടെ പിടികൂടി. പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് കാരയെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴേക്കും സെല്ലി അവിടേക്ക് വരുന്നുണ്ട്. കാര ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. എന്നാൽ അവൾ വന്ന് കാരയോട് ചോദിക്കുമ്പോൾ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു എന്ന് അവൻ പറയുന്നു. അവൾ ആകെ തകർന്നുപോയി. ഒരു കള്ളനെയാണ് താൻ സ്നേഹിച്ചതെന്ന് അന്നാണ് അവൾ തിരിച്ചറിയുന്നത്. MLA വീട്ടിൽ കയറി മോഷ്ടിച്ച കള്ളനാണ് കാര. അവനെയാണ് പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടുന്ന കേസായതുകൊണ്ട് DYSP ഭരതൻ ആ കേസ് നോക്കിക്കൊള്ളാമെന്ന് തന്റെ സീനിയറിനോട് പറയുന്നു. കാര 50 പവനായിരുന്നു മോഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കേസിന് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടി 100 പവനാണ് അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് അയാൾ വരുത്തി തീർക്കുന്നു. അങ്ങനെ തന്നെ കേസ് ഷീറ്റിൽ എഴുതാൻ വേണ്ടി ഭരതൻ പറയുന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പല മോഷണ കേസുകളും തെളിയാതെ കിടക്കുന്ന കേസുകളെല്ലാം കാരയുടെ തലയിൽ അയാൾ കെട്ടിവെച്ചു. അയാളുടെ പേര് പത്രത്തിൽ വരാനും അയാൾക്ക് പ്രശസ്തി കിട്ടാനും വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട കാരയ്ക്ക് സഹിക്കാനായില്ല. ഈ കേസിൽ അകത്ത് പോയി കഴിഞ്ഞാൽ തനിക്കിനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കാര ഭരതനെ അടിച്ച് ഭിത്തിയിലൊട്ടിച്ച് അവിടുത്തെ മെയിനും ഓഫാക്കി പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു. മുമ്പ് ലൈൻമാന്റെ പണിയായിരുന്നു അവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. പോലീസുകാർ അവൻ അന്വേഷിച്ചു പോയെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവശനായ അവൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. തന്നെ പോലീസുകാരൊന്നും പിടിച്ചില്ലെങ്കിൽ താൻ ഉറപ്പായിട്ടും ഈ മോഷണമൊക്കെ ഇന്നത്തോടു കൂടി നിർത്തും. തന്നെ ദൈവത്തെ വിളിച്ച് അവൻ ആണയിട്ടു. എന്തായാലും പോലീസുകാർ അവനെ പിടിച്ചില്ല. പിന്നീട് കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം അവൻ സെല്ലി വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിൽ താമസിക്കുന്നതായിട്ടാണ്. അവിടെ മെസ്സ് നടത്തുന്ന ഒരാളുടെ കീഴിൽ അവൻ ജോലി ചെയ്യുകയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ആ മെസ്സിൽ ജോലി ചെയ്ത് രണ്ടുപേരും തളർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. താമസിക്കുന്ന വീട് ആകെ ചോർന്നൊലിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു ഗതിയും ഉണ്ടാകില്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ സ്വന്തമായിട്ട് ഒരു മെസ്സ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അതിനുള്ള പണമൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോ ഈട് വെക്കാൻ എന്തെങ്കിലും വേണമെന്ന് മാനേജർ അവരോട് പറഞ്ഞു. സ്വർണമോ വസ്തുവിന്റെ പേപ്പറോ എന്തെങ്കിലും വേണം. കാര ആലോചിച്ചപ്പോ അവന്റെ ഗ്രാമത്തിൽ അവന്റെ അച്ഛന്റെ പേരിൽ 8 ഏക്കർ നിലമുണ്ട്. അതിന്റെ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് പണയം വെച്ചിട്ട് കുറച്ച് കാശെടുക്കാം, അവർക്ക് മെസ്സും തുടങ്ങാം. എന്നാൽ തന്റെ 16ാമത്തെ വയസ്സിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശും അടിച്ചു മാറ്റി നാട് വിട്ടവനാണ് കാര. അതിനുശേഷം അവൻ അങ്ങോട്ട് പോയിട്ടേയില്ല. അച്ഛൻ തന്നെ സ്വീകരിക്കുമോ എന്ന് സെല്ലി അവനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സെല്ലിയെ അവിടെ ലോഡ്ജിലാക്കി. അതിനുശേഷം കാര ഒറ്റയ്ക്കാണ് അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നത്. അച്ഛനെ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാമനായ കാശിയെ കാണാൻ വേണ്ടി പോയി. എന്നാൽ കാശി കാരയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ എന്തിനാ ഇവിടേക്ക് തിരിച്ചു വന്നത്? നീ അച്ഛനെ ചതിച്ച് അച്ഛന്റെ കാശുമായിട്ട് പോയതല്ലേ? മാമൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. മാമൻ ഇത്ര ദേഷ്യമാണെങ്കിൽ അച്ഛന് ഇതിൽ കൂടുതൽ ദേഷ്യമായിരിക്കും. അവൻ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ആ ബസ്സിൽ അച്ഛൻ വന്നിറങ്ങുന്നത്. അവൻ തിരിഞ്ഞു നടന്നെങ്കിലും സംശയം തോന്നിയ അച്ഛൻ അവനെ പുറകിൽ നിന്ന് വിളിച്ചു. കാരയെ കണ്ടതും അയാൾ അവനെ കെട്ടിപ്പിടിച്ചു. അയാൾക്ക് അവനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ 16ാമത്തെ വയസ്സിൽ നിന്നും അവിടെ നിന്ന് പോയതാണ്. അതിനുശേഷം അവനെ അന്വേഷിച്ച് അച്ഛൻ നടക്കാത്ത സ്ഥലങ്ങളില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവൻ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അയാൾ അവനോട് ദേഷ്യമൊന്നും കാണിച്ചില്ല. അവന്റെ അച്ഛൻ വളരെ സന്തോഷത്തിലായിരുന്നു. വീട്ടിലെത്തി കാര തന്റെ അമ്മയെയും കാണുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവൻ വീട്ടിൽ തന്നെ നിന്നു. ഡ്രസ് ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ട് അവന്റെ അച്ഛനാണ് അവന് ഡ്രസ് എല്ലാം വാങ്ങി കൊടുക്കുന്നത്. പിറ്റേന്ന് അവരുടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛന്റെ കൂടെ പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് അവൻ അച്ഛനിൽ നിന്ന് ഒരു സത്യം തിരിച്ചറിയുന്നത്. അവന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും ട്രാക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഭൂമി പണയപ്പെടുത്തിയിട്ടുണ്ട്. ഡീസലിന് വില കൂടിയതും കൃഷിയിലുണ്ടായ നാശനഷ്ടവും കാരണം അവരാരും ഈ പണമൊന്നും തിരിച്ചടച്ചിട്ടില്ല. പലിശ പോലും അവരടച്ചിട്ടില്ല. എന്നാൽ ഇവർ ഈ ബാങ്കിൽ നിന്ന് പണം എടുക്കുന്ന സമയത്ത് എത്ര രൂപ വെച്ച് തിരിച്ചടയ്ക്കണമെന്നോ എത്ര പലിശയാകുമെന്നോ ഒന്നും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ അറിവില്ലായ്മയെ ആ ബാങ്ക്
ബാങ്കും ആ ബാങ്കിലെ മാനേജറും ചൂഷണം ചെയ്യുകയായിരുന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സ്ഥലം തന്നെ പോകുന്ന അവസ്ഥയിലാണ്. കാരണം സ്ഥലത്തിന്റെ ആധാരമെല്ലാം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണല്ലോ. ഇത് കേട്ടതും കാര ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് വന്നത് ഈ സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അവന്റെ അച്ഛൻ ഉൾപ്പെടെ ഒരുപാട് പേര് ബാങ്കിൽ ഈ കടക്കണിയിൽ പെട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യും. കാര ലോഡ്ജിൽ തിരിച്ചെത്തി സെല്ലിയോട് കാര്യങ്ങൾ പറയുന്നു. ലോണും ജപ്തിയിലും ഒക്കെ നിൽക്കുന്ന അച്ഛന്റെ അടുത്ത് ഇനി എങ്ങനെ കാശ് ചോദിക്കും? സെല്ലി അവനോട് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് അവൻ ബാങ്കിൽ കയറി സ്ഥലം വിൽക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അത് വിൽക്കാൻ പറ്റുമെന്ന് അവന് മനസ്സിലായി. ബാങ്കിലെ ലോൺ അടച്ചു തീർത്ത ശേഷം ബാക്കിയുള്ള കാശ് ഇവർക്ക് കിട്ടും. അവൻ തന്റെ അച്ഛനോട് ഈ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ബാങ്കിലെ ലോണും അടച്ചിട്ട് ബാക്കി കാശ് അച്ഛൻ എടുത്തോളൂ, പക്ഷെ അതിൽ നിന്ന് 2 ലക്ഷം രൂപ എനിക്ക് നൽകണം. എനിക്ക് അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനാണ്. കാര ഇങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛൻ അതൊന്നും സമ്മതിക്കുന്നില്ല. കാരണം അയാൾക്ക് ഈ സ്ഥലം വിൽക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പൂർവികരായിട്ട് കൈമറിഞ്ഞ് കിട്ടിയ സ്ഥലമാണിത്. അത് വിട്ടുകളയാൻ അയാൾക്ക് വലിയ പാടായിരുന്നു. ഇത് വിറ്റാൽ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. അച്ഛൻ എതിർത്തതോടുകൂടി കാരയ്ക്ക് ദേഷ്യം വന്നു. എന്നാൽ 2 ദിവസത്തിനകം അയാൾക്ക് ബാങ്കിൽ നിന്നൊരു പേപ്പർ വരുന്നുണ്ട്. ട്രാക്ടർ എടുത്തതിന്റെ ലോണൊന്നും തിരിച്ചടയ്ക്കാത്തത് കാരണം ഈ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണ് എന്നാണ് ആ നോട്ടീസിലുള്ളത്. ഇതിപ്പോൾ അയാൾക്ക് സ്ഥലം കിട്ടില്ല, കാരയ്ക്കും സ്ഥലം കിട്ടില്ല, എല്ലാം ബാങ്ക് കൊണ്ടുപോകും. ദേഷ്യം വന്ന കാര അവിടെ നിന്നും തിരിച്ച് ലോഡ്ജിലേക്ക് പോവുകയാണ്. നീ എന്നെ വീണ്ടും ഇട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിച്ച് അച്ഛൻ അവന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിച്ച് ലോഡ്ജിലെത്തി. പിറ്റേ ദിവസം രാവിലെ സെല്ലിയെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. കാര വിവാഹം കഴിച്ച കാര്യം അവന്റെ അച്ഛനോ അമ്മയ്ക്കോ അറിയില്ലായിരുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നത്. വരുന്ന വഴിക്ക് അവൻ മുരുകേശനെ കാണുന്നു. കുറെ നാള് മുമ്പ് ഇവൻ ചതിച്ചത് കാരണമാണ് കാര പോലീസ് പിടിയിലായത്. മുരുകേശൻ എല്ലാത്തിനും അവനോട് സോറി പറയുന്നു. അന്നത്തെ പേടിയിൽ അവൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് കാരയോട് പറയുകയാണ്. തൽക്കാലം കാര അവനോട് ശ്രമിച്ചു. വീട്ടിലെത്തി അവൻ സെല്ലിയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. അച്ഛനകത്തുണ്ട്, അച്ഛനെയും പോയി കാണാൻ അമ്മ പറയുന്നു. അത് കേട്ട് രണ്ടുപേരും അകത്തേക്ക് ചെന്നു. അവരകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉറങ്ങുകയാണ് എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അയാൾ മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന്. കാരയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛനെ അടക്കാൻ അവർക്ക് സ്ഥലമില്ല. ജപ്തി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അടക്കം ചെയ്യാൻ പറ്റില്ല എന്ന് ബാങ്ക് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കാര ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് അവരുടെ അമ്മയും വാശി പിടിക്കുന്നു. സ്ഥലം എങ്ങനെയെങ്കിലും തിരിച്ചെടുത്താൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. അതിന് ബാങ്കിൽ ആദ്യം കാശടക്കണം. കാശുണ്ടാക്കുന്ന ടൈം വരെ അച്ഛന്റെ ബോഡി എങ്ങനെയെങ്കിലും മോർച്ചറിയിൽ വെക്കണം. എന്നാൽ അതിനു പോലും അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ മുരുകേശൻ ഒരു ഐഡിയ പറയുന്നുണ്ട്. അനാഥ ശവമായിട്ട് എവിടെയെങ്കിലും ശവം കിടന്ന് കിട്ടുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലുകാർ എടുത്തുകൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് മോർച്ചറിയിൽ വെക്കും. അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ ആരും വന്നില്ല എങ്കിൽ അവര് തന്നെ അതിനെ അടക്കം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇയാളെ ഒരു അനാഥ ശവമായിട്ട് ഏതെങ്കിലും റോഡിൽ കൊണ്ടുപോയി ഇടാമെന്നാണ് അവർ വിചാരിക്കുന്നത്. വേറെ ഒരു വഴിയും കാണാത്തതുകൊണ്ട് കാരയും കാശിയും ചേർന്ന് അവന്റെ അച്ഛന്റെ മൃതദേഹം വഴിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അനാഥ ശവമായിട്ട് അവന്റെ അച്ഛന്റെ ബോഡി കിട്ടുന്നതുകൊണ്ട് ഹോസ്പിറ്റലുകാർ വന്ന് അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസത്തിനകം അത് മോർച്ചറിയിൽ വെച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ അവർ അത് എരിച്ചു കളയും. ഇതവര് പറയുന്നുമുണ്ട്. ഇതെല്ലാം കാരയും കാശിയും ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവര് ബോഡി കത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയെങ്കിലും ആ ബോഡി തിരിച്ചെടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ ആദ്യം ബാങ്കിൽ പണം അടച്ച് ആ സ്ഥലം സ്വന്തമാക്കണം. ബാങ്കിലെത്തി സ്ഥലത്തിന്റെ കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ ബാങ്കിലെ ഹെഡ് ഓഫീസിലെ മാനേജറായ മുത്തുസെൽവൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. ലോൺ എടുക്കാൻ വന്ന സമയത്ത് അയാൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ലോൺ തിരിച്ചടയ്ക്കുന്നതിന്റെ കാര്യം സംസാരിക്കാൻ വന്നപ്പോൾ അയാൾ എല്ലാവരോടും ദേഷ്യത്തിലായിരുന്നു. കാശിയോട് ഇറങ്ങിപ്പോകാനും അയാൾ പറഞ്ഞു. ഇതെല്ലാം കണ്ട് കാര നല്ല ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. അവിടുത്തെ എംപ്ലോയീസിനോടെല്ലാം കസ്റ്റമറെ പുച്ഛിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാരോട് എത്ര രൂപ പലിശയാകുമെന്നും അത് എത്ര തവണകളായി തിരിച്ചടയ്ക്കണമെന്നും പ്രതിമാസം എത്ര രൂപ വരുമെന്നും ഒന്നും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ലോൺ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ലോൺ എടുക്കത്തില്ല. അങ്ങനെ അവർ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് അവരുടെ വസ്തു ജപ്തി ചെയ്യുകയും ചെയ്യാം. അതാണ് ബാങ്കിന് ലാഭം. എന്നാൽ അത് തെറ്റല്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അയാളെ അപ്പോൾ തന്നെ മുത്തുസെൽവൻ പിടിച്ചു വിടുകയാണ്. കുറച്ച് ദിവസത്തിനകം തന്നെ കുറച്ച് കാശ് സംഘടിപ്പിച്ച് ലോൺ അടച്ചാൽ മാത്രമാണ് സ്ഥലത്തിന്റെ പേപ്പർ ബാങ്കുകാർ തരത്തുള്ളൂ. എത്ര ആലോചിച്ചിട്ടും കാരയ്ക്ക് വേറൊരു മാർഗവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അത് കേട്ടതും കാശി ഞെട്ടി. കാരണം മോഷണം എന്ന് പറയുന്നത്, അതും കാര മോഷ്ടിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് അയാൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. മുരുകേശനും അവന്റെ കൂടെയുണ്ട്. എന്നാൽ കാര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതല്ലെന്നും താൻ ഇതിനു മുമ്പ് മോഷ്ടിച്ചു തന്നെയാണ് ജീവിച്ചതെന്നും കാര പറയുന്നു. ഇവർ 3 പേരും കൂടെ പ്ലാൻ ഇടുന്നത് അവരെ ചതിച്ച പഞ്ചവൻ യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ നിന്ന് മോഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ആ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളും അവർ സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ ചുറ്റുവട്ടങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു. മോഷണം നടത്താൻ എന്നാൽ അവർക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവർ പോയിട്ടൊരു അംബാസഡർ കാറ് മോഷ്ടിക്കുന്നുണ്ട്. ഇനി ബാങ്കിന്റെ അകത്ത് രാത്രിയിൽ പണം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണം. അതിനുവേണ്ടി പകൽ സമയത്ത് വലിയ പണക്കാരെ പോലെ ബാങ്കിൽ കുറച്ച് കാശ് ഇടാനുണ്ടെന്നും പറഞ്ഞ്
പറഞ്ഞ് അവർ ബാങ്കിൽ കയറി ചെല്ലുന്നു. ഒരുപാട് കാശുണ്ട്, അത് നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അവർക്കൊരു അക്കൗണ്ടിന്റെ ഫോം കൊടുക്കും. ഇത് പൂരിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് എടുക്കാം, നിങ്ങളുടെ പണം ഇവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് അവർ കാരയോടും കാശിയോടും പറയുന്നു. അപ്പോൾ കാര ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് വീണ്ടും സംശയമുണ്ട്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പൂട്ടിയിട്ട് പോവുകയല്ലേ, ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവിടെ കാശിടും. അപ്പോൾ അയാൾ പറയുന്നത്, ഇതിനുള്ളിൽ ഒരു ലോക്കർ ഉണ്ട്, സേഫ് ആയിട്ട് തന്നെയാണ് പണം ഇരിക്കുന്നത്. ഇനി ആരെങ്കിലും മോഷ്ടിക്കാൻ തീരുമാനിച്ചതിന്റെ അകത്ത് കയറിയാൽ അപ്പോൾ തന്നെ അലാം അടിക്കും. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ തന്നെ പോലീസുകാരെല്ലാം അവിടെ വരികയും ചെയ്യും. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി 2 ദിവസത്തിനകം മറ്റൊരു ബാങ്ക്, അതായത് മറ്റൊരു ബ്രാഞ്ച് മോഷണ വിധേയമാക്കാനായിട്ട് കാരയും കൂട്ടുകാരും തീരുമാനിക്കുന്നു. അങ്ങനെ അവര് ബാങ്കിൽ മോഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ച് അങ്ങോട്ട് പോവുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുരുകേശിനെ പുറത്തു നിർത്തി. കാശിയും കാരയും ചേർന്നാണ് അകത്ത് കയറിയത്. അതിനു മുമ്പ് അവിടുത്തെ അലാമിന്റെ വയറുകളെല്ലാം കാര കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. പക്ഷെ അകത്ത് കയറിയപ്പോൾ അവിടെ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്കറിന്റെ രീതിയെല്ലാം മാറിയിരിക്കുന്നു. അത്തരം ലോക്കർ കാര ആദ്യമായിട്ടാണ് കാണുന്നത്. അത് തുറക്കാൻ വേണ്ടി അയാൾ ചുറ്റിക്കെടുത്ത് ശക്തിയായിട്ട് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് സൗണ്ട് ആയതിനാൽ പുറത്ത് ആൾക്കാർ കേൾക്കുകയും ആളുകൾ കൂടി വന്ന് ഇവരെ പിടിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് കാശി അവനെ തടയുന്നു. അങ്ങനെ ആ ശ്രമം പാളിപ്പോയി. വളരെ നിരാശനായിട്ടാണ് കാശി അവിടെ നിന്നും പോയത്. ബാങ്കിൽ നേരത്തെ അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ബാങ്കുകാർ ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറിയിൽ ആ ബാങ്കിലെ പല ബ്രാഞ്ചുകളുടെയും പേരുണ്ട്. രാത്രി ആയതുകൊണ്ടല്ലേ ഇവർ പണമെല്ലാം ലോക്കറിൽ വെച്ച് പൂട്ടുന്നത്. പകൽ സമയത്ത് മോഷ്ടിക്കാമല്ലോ. കയറി ചെന്നാൽ ഉറപ്പായിട്ടും കൗണ്ടറിലെല്ലാം കാശ് കാണും. നമുക്കത് മതി, നമുക്കതെടുക്കാം. പക്ഷെ പകൽ എങ്ങനെ മോഷണം നടത്താമെന്ന് അവർ ചിന്തിക്കുന്നു. അടുത്ത ആൾക്കാരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബ്രാഞ്ചിന്റെ അടുത്തുള്ള ഒരു TV കടയിൽ പ്രോഗ്രാം വെക്കുമ്പോൾ അടുത്തുള്ള കടയിലുള്ള ആൾക്കാരെല്ലാം ആ പ്രോഗ്രാം കാണാൻ വേണ്ടി അവരുടെ കടയെല്ലാം അടച്ചിട്ട് ആ TV ഉള്ള കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ ബാങ്കുള്ള ഏരിയ മുഴുവൻ ആളൊഴിഞ്ഞു. അങ്ങനെ ആ സമയം മുതലെടുത്ത് അവിടെ മോഷണം നടത്താമെന്ന് അവർ പദ്ധതിയിടുന്നു. എന്നാൽ ബാങ്കിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താനായിട്ട് അവരുടെ കയ്യിൽ തോക്കൊന്നുമില്ല. അങ്ങനെ തോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തെത്തുന്നു. അയാളുടെ കയ്യിൽ നിന്ന് തോക്കും കൂടെ വാങ്ങി കൂടെ കുറെ തോട്ടയും വാങ്ങുന്നുണ്ട്. അവരെ പിടിക്കാനായിട്ട് ആരെങ്കിലും പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ തോട്ട എറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് പ്ലാൻ ചെയ്ത പ്രകാരം അവർ ഉച്ചയായപ്പോഴേക്കും ബാങ്കിന്റെ അടുത്തെത്തി. അടുത്തുള്ള കടയിൽ TV ഓണായി. ആളുകളെല്ലാം അങ്ങോട്ട് പോയി. ഏരിയ പ്രതീക്ഷിച്ച പോലെ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. മുഖം മറച്ചുകൊണ്ട് കാരയും കാശിയും ഉള്ളിലേക്ക് കയറി. തോക്ക് കാണിച്ച് പേടിപ്പിച്ച് എല്ലാവരെയും ഒരു സൈഡിലേക്ക് മാറ്റി. ബാങ്ക് ജീവനക്കാരുടെ കൈയെല്ലാം ബാക്കിൽ കെട്ടി വായിൽ തുണിയും തിരുകി അവരെ എല്ലാം ഒരു സൈഡിലേക്കാക്കി. അവിടുത്തെ മാനേജറിനെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ബാങ്കിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള 3 ലക്ഷം രൂപ അവരെടുത്തു. ബാങ്കിൽ അടയ്ക്കാനുള്ള 3 ലക്ഷം രൂപ മാത്രമേ അവർ ബാങ്കിൽ നിന്ന് മോഷ്ടിക്കുന്നുള്ളൂ. മുരുകേശനെ പുറത്തു തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അവിടേക്ക് വരികയാണെങ്കിൽ വിസിലടിക്കണമെന്നാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഒരു പോലീസുകാരൻ ബാങ്കിലേക്ക് കയറി വരുന്നു. മുരുകേശൻ വിസിലടിക്കുന്നു. അപകടം മടത്തറിഞ്ഞ കാര പെട്ടെന്ന് ഒരു ബാങ്ക് ജീവനക്കാരനെ പോലെ പെരുമാറാൻ തുടങ്ങി. ജീവനക്കാരെയെല്ലാം ഒരു റൂമിൽ കയറ്റിയിട്ട് പൂട്ടി. എന്നിട്ട് ഒരു ബാങ്ക് ജീവനക്കാരനെ പോലെ ഷർട്ടും പാന്റും ഒക്കെ ധരിച്ച് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ വന്ന ആളെ പോലെ കാശി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അകത്തേക്ക് കയറിയ പോലീസുകാരൻ കാരയോട് ചോദിക്കുന്നത് ഇവിടുത്തെ ബാങ്കിലുള്ള ആളുകളൊക്കെ എവിടെ പോയി എന്നാണ്. ഇവിടെ അടുത്ത് മാനേജറിന്റെ മോളുടെ കല്യാണമാണ്, എല്ലാവരും അവിടെ പോയതാണ് എന്ന് പറയുന്നു. സെക്യൂരിറ്റി ചായ കുടിക്കാൻ പോയെന്നും പറയുന്നു. താനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാണ്, എത്രയും പെട്ടെന്ന് വേണം താനും, നാളെ കഴിഞ്ഞാൽ ഈ ടൗണിൽ നിന്ന് താൻ പോവുകയാണെന്നും അയാൾ പറയുന്നു. കാരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവിടെ വന്ന സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫോം കണ്ടത് അവൻ ഓർത്തു. അങ്ങനെ ആ ഫോം തപ്പിയെടുത്ത് അവൻ അയാൾക്ക് കൊടുത്തിട്ട് അത് ഫിൽ ചെയ്യാൻ പറയുന്നു. അയാൾ ഫോം എല്ലാം ഫിൽ ചെയ്ത് കാരയ്ക്ക് തന്നെ കൊടുത്തു. എന്നാൽ മാനേജർ അവിടെ ഇല്ലാത്തത് കൊണ്ട് അക്കൗണ്ട് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാര അയാളെ പുറത്തേക്ക് അയക്കുന്നു. അയാൾ പോകുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അയാൾ ഒരു ഉഴപ്പനാണെന്ന് പറഞ്ഞ് അയാളെ വഴക്കം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ തലനാരിഴയ്ക്ക് 2 പേരും രക്ഷപ്പെട്ടു. പണമെടുത്ത് അവർ പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കിൽ മോഷണം നടന്ന വിവരം പോലീസ് അറിയുകയും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടുന്ന് മോഷണം പോയ തുകയുടെ കണക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ബ്രാഞ്ചുകളുടെ എല്ലാം മാനേജറായ മുത്തുസെൽവൻ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, 3 ലക്ഷം രൂപയല്ലേ അവർ കൊണ്ടുപോയത്, 2 ലക്ഷം രൂപ ഞാനും ഇങ്ങ് എടുക്കുകയാണ്. കണക്കിൽ അവർ 5 ലക്ഷം മോഷ്ടിച്ചതായിട്ട് കൊടുത്താൽ മതി. ഈ മോഷണത്തിന്റെ മറവിൽ മുത്തുസെൽവനും ഈ ബാങ്കിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുകയാണ്. കാര താൻ മോഷ്ടിച്ച കാശിൽ നിന്ന് ഒരു നോട്ടെടുത്ത് താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വെച്ച ശേഷമാണ് അതുകൊണ്ട് പോകുന്നത്. ആദ്യം കാരയും സംഘവും ലോക്കർ തുറക്കാൻ പറ്റാത്തത് കാരണം മോഷണ ശ്രമം നടത്തി പാളിപ്പോയ ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അവിടുത്തെ കേസും ഇപ്പോൾ നടന്ന മോഷണ കേസും എല്ലാം അന്വേഷിക്കുന്നത് ഭരതനായിരുന്നു. കാരണം പൂട്ടുപൊളിച്ച രീതിയെല്ലാം കണ്ടിട്ടാണ് കാരയ്ക്ക് ഈ മോഷണവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഭരതൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേസ് അയാളുടെ കയ്യിൽ തന്നെ എത്തി. അങ്ങനെ 6 മാസം മുമ്പ് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കാര തന്നെയാണ് ഇതിലെ പ്രതിയെന്ന് അയാൾ ഉറപ്പിച്ചു. അവന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കി അയാൾ ബാങ്കിൽ ആൾക്കാരെ കാണിക്കുന്നു. എന്നാൽ അവരാരും ഫേസ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കാരയെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ബ്രാഞ്ചിലെ ഒരാള് ഫേസ് കണ്ട് തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇടയ്ക്ക് കാശിയും കാരയും അവിടെ ഇയാളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം ഇയാളുടെ അടുത്ത് പോയിട്ടാണ് കാരയും കാശിയും ആദ്യം മനസ്സിലാക്കിയിരുന്നത്. ഇതേസമയം കാരയും കാശിയും മോഷ്ടിച്ച കാശുമായിട്ട് അവരുടെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് പോവുകയായിരുന്നു. മെയിൻ ബ്രാഞ്ചിൽ ആ സമയം മുത്തുസെൽവനും ഉണ്ട്, ഭരതനും ഉണ്ട്. സെൽവൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മോഷ്ടിച്ച കാശിന്റെ സീരിയൽ
നമ്പറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നു. കാരണം ഇത്രയും കാശുമായിട്ട് ഇവർ ലോൺ അടയ്ക്കാൻ ഇത്ര പെട്ടെന്ന് വന്നതുകൊണ്ട് ബാങ്കിലെ ആൾക്കാർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ സഞ്ചി തുറന്ന് കാശ് കണ്ടതും ആ ജീവനക്കാരന് മനസ്സിലായി ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ച കാശല്ല എന്ന്. കാരണം അതെല്ലാം പഴയ നോട്ടായിരുന്നു. പെട്ടെന്ന് ഭരതന് ഒരു കോള് വരുന്നു. അടുത്തൊരു തുണിക്കടയിൽ നിന്നും കുറച്ച് കാശ് മോഷണം പോയി. പക്ഷെ അതിന് പകരം പുതിയ നോട്ടുകൾ അവിടെ ആരോ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പരിശോധിച്ചപ്പോൾ ഭരതന് കാര്യങ്ങൾ മനസ്സിലായി. ബാങ്കിൽ നിന്ന് മോഷണം പോയ നോട്ടുകൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നും പഴയ നോട്ടുകൾ കാരയും സംഘവും മോഷ്ടിച്ചതാണ്. അങ്ങനെ ആ മോഷ്ടിച്ച നോട്ടുകളുമായിട്ടാണ് കാരയും കാശിയും ഇപ്പോഴും മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നത്. 3 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷെ അത്രയും കാശ് മാത്രം പോരാ. പലിശയും പെനാൽറ്റി എല്ലാം ചേർത്ത് വീണ്ടും കുറച്ച് എമൗണ്ടും കൂടെ വരും. ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മുകളിൽ വരും. അതടച്ചാൽ മാത്രമാണ് അവർക്ക് ആ വസ്തുവിന്റെ പേപ്പർ കിട്ടത്തുള്ളൂ. നിങ്ങൾ 3 ലക്ഷം രൂപ എന്നല്ലേ ആദ്യം പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ അത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് കാര വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും മുഴുവൻ തുകയും തരാതെ സ്ഥലത്തിന്റെ പേപ്പർ തിരിച്ചു തരികില്ല എന്ന് അയാൾ പറയുന്നു. ഇതേസമയം ബ്രാഞ്ചിലേക്ക് മുത്തുസിൽവനെ കാണാൻ ഭരതനും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഭരതൻ മുത്തുസിൽവനോട് പറയുന്നുണ്ട് മോഷ്ടാവ് ആദ്യം ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ ശ്രമിച്ചു, രണ്ടാമത്തെ ബ്രാഞ്ചിൽ മോഷ്ടിക്കുകയും ചെയ്തു. അയാൾക്ക് ഈ ബാങ്കിനോട് എന്തോ ദേഷ്യമുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. ഈ അടുത്ത് നിങ്ങൾ ലോൺ അടയ്ക്കാത്തതിന്റെ പേരിൽ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ ജപ്തി നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം തരാൻ വേണ്ടി ഭരതൻ പറയുന്നു. ആ സമയം അവിടെ കാശിയും ജീവനക്കാരനും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. എന്നാൽ അകത്ത് മുത്തുസെൽവന്റെ അടുത്ത് പോലീസുകാരൻ നിൽക്കുന്ന കണ്ടതും കാര കാശിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. തൽക്കാലം അടച്ച 3 ലക്ഷത്തിന് റെസിപ്റ്റ് വാങ്ങി അവരവിടെ നിന്ന് പോകുന്നു. ബാക്കി പണവുമായിട്ട് വരുമ്പോൾ സ്ഥലത്തിന്റെ പേപ്പർ തന്നാ മതിയെന്നും കാര പറയുന്നു. ഭരതൻ ആവശ്യപ്പെട്ട പ്രകാരം മുത്തുസെൽവൻ അടുത്തിടെ ജപ്തി നോട്ടീസ് അയച്ച എല്ലാവരുടെയും അഡ്രസ്സ് ഭരതന് കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റിലുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് ഭരതനും കൂട്ടരും പോയി അന്വേഷണം നടത്തുന്നു. അവരുടെ വീടുകളെല്ലാം പരിശോധിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മോഷണം പോയ തുക കിട്ടിയിട്ടില്ല. ആ സമയത്ത് ബാങ്കിൽ അടയ്ക്കാനുള്ള ബാക്കി കാശിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് മുത്തുസെൽവനാണ്. അയാൾ കാരയോട് പറയുന്നത് ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ച് നീയാണെന്ന് എനിക്കറിയാം. കാരണം അത്രയും തുക ലോൺ അടയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് കൊണ്ടുവന്നത് മുത്തുസെൽവൻ അന്നേരം തന്നെ സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാങ്കിനോട് ദേഷ്യമുള്ളത് കാരയ്ക്കാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ നിന്റെ പേര് ഭരതന് കൊടുത്ത ലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അയാൾ പറയുന്നു. ആ ലിസ്റ്റിൽ കാരയുടെ അഡ്രസ്സിന് പകരം വേറൊരു അഡ്രസ്സാണ് മുത്തുസെൽവൻ മനഃപൂർവ്വം ടൈപ്പ് ചെയ്തു കൊടുത്തത്. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മുത്തുസെൽവൻ പറയുന്നത് അന്ന് ആ ബാങ്കിൽ നിന്ന് നീ 3 ലക്ഷം രൂപയല്ലേ എടുത്തത്, ബാക്കി 2 ലക്ഷം രൂപ എടുത്തത് ഞാനാണ്. ഇനിയും നീ ഇതുപോലെ മോഷ്ടിക്കണം. നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് നിൽക്കാം. മോഷ്ടിക്കുന്നതിന്റെ പാതി നീ എടുത്തോ, പകുതി എനിക്ക് തന്നാൽ മതി. എന്നാൽ കാര ഇതിന് സമ്മതിക്കുന്നില്ല. എന്താണെങ്കിലും നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സെൽവൻ അവിടെ നിന്ന് പോകും. അന്ന് രാത്രി കാര അയാളുടെ ഫോൺ നമ്പർ കാരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി കാര വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഭരതൻ സെൽവനെ വിളിക്കുന്നത്. ലോൺ ക്ലോസ് ചെയ്യാൻ അടുത്തിടെയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തുസെൽവൻ അങ്ങനെ ഒരാളും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ബാങ്കിൽ നിന്നും പണം എടുത്ത ആരെങ്കിലുമാണ് ബാങ്ക് മോഷണം നടത്തിയതെങ്കിൽ അവർ ഇതിനോടകം തിരിച്ചടയ്ക്കാൻ വേണ്ടി വരേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും അവർ താമസിക്കുന്നത്? അയാൾ അങ്ങനെ കാശും കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ടത്തരമല്ലേ? ഭരതൻ ഇങ്ങനെ പറഞ്ഞതും മുത്തുസെൽവൻ അറിയാതെ ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരുപക്ഷെ അവന്റെ കയ്യിൽ നിന്ന് കാശ് തികയാത്ത കൊണ്ടായിരിക്കും അവൻ വരാത്തത്. ഇത് കേട്ടതും ഭരതനും ചില കാര്യങ്ങൾ പറയും. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അവന്റെ കയ്യിൽ മുഴുവൻ കാശും കിട്ടിയിട്ടുണ്ടാവില്ല. അവൻ ഇനിയും കാശിന്റെ ആവശ്യം കാണും. അങ്ങനെയാണെങ്കിൽ അവൻ ഇനിയും മോഷണം നടത്തും, ഇതേ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാ ബ്രാഞ്ചിലും രാത്രി തന്നെ പോകാൻ വേണ്ടി ഭരതൻ പറയും. എല്ലാവരോടും ആ ബാങ്കിലെ അലാംസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. എല്ലാ ബാങ്കിലെയും അലാറം അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ബാങ്കിലെ അലാറം മാത്രം ആരോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കാം പിറ്റേന്ന് കാരയും കൂട്ടരും മോഷണം നടത്താൻ വേണ്ടി വരുന്നത്. ഭരതന് ഉറപ്പായി. അതുകൊണ്ട് ഭരതനും കൂട്ടരും ആ ബ്രാഞ്ചിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെ കാരയും കൂട്ടരും നേരെ മോഷണം നടത്താൻ വേണ്ടി മുഖംമൂടിയൊക്കെ വെച്ച് തോക്കും പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അവർ അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് സെൽവനെ ബാങ്കിനുള്ളിലേക്ക് അയക്കും. മോഷണം നടത്താൻ വരുന്നവനെ കൈയോടെ പിടികൂടാൻ വേണ്ടിയിട്ട് ഭരതൻ നിയമിച്ചിട്ടുള്ള പോലീസുകാരാണ് ആ ബാങ്കിൽ മുഴുവൻ. ഇതൊന്നും അറിയാതെ ബാങ്കിലുള്ളവരുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് മുരുകേശൻ അവിടേക്ക് എത്തി. ഒരു ചെല്ലാൻ വാങ്ങാനാണെന്നും പറഞ്ഞിട്ട് അവൻ ആ ചെല്ലാനും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. മുരുകേശൻ പോയി കാരയോട് പറയുന്നുണ്ട് 8ഓളം പേരുണ്ടെന്ന്. പക്ഷെ അവരുടെ മുഖത്തെല്ലാം എന്തോ ഒരു വയ്യായികയുണ്ട്. എന്നാൽ ഇവരുടെ വണ്ടി വന്നത് മുതൽ ഭരതൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെല്ലാൻ വാങ്ങാൻ വന്ന ആള് ഇത്ര ദൂരെ കൊണ്ടേ വണ്ടി ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പോലീസുകാരെല്ലാം തയ്യാറായിരിക്കാൻ വേണ്ടി അയാൾ പറയുന്നു. കാര ഇതൊന്നും അറിയാതെ മോഷ്ടിക്കാൻ വേണ്ടി തോക്കും എടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയതും ഒരു ജീപ്പ് അവിടേക്ക് വന്നു. പെട്ടെന്ന് ആ ബാങ്കിൽ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം ആ ജീപ്പിൽ കയറി എങ്ങോട്ടോ പോയി. അപ്പോഴാണ് ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത് ആ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടന്നിട്ടുണ്ട്. പട്ടാപ്പകൽ ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്ന് അവിടുത്തെ ജീവനക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് നല്ലൊരു തുക അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. മോഷ്ടിക്കാൻ വന്ന ഈ ബാങ്കിലല്ല മോഷണം നടന്നിരിക്കുന്നത്, മറ്റൊരു ബ്രാഞ്ചിലാണ്. അതും മറ്റേതോ സംഘം. എന്താ സംഭവിക്കുന്നതെന്ന് കാരയ്ക്കും കൂട്ടർക്കും മനസ്സിലായില്ല. ഈ സമയത്ത് ഭരതനെ കാര അവിടെ വെച്ച് കാണുന്നുണ്ട്. ഭരതൻ കാണാതിരിക്കാൻ വേണ്ടി അയാൾ പുറകോട്ട് പോവുകയാണ്. എന്നാൽ ചെന്നുപെടുന്നത് മുത്തുസെൽവന്റെ അടുത്തേക്കാണ്. മുത്തുസെൽവൻ കാരയോട് പറയുന്നുണ്ട് ഈ മോഷണം നടത്തിയത് എന്റെ ആൾക്കാരാണ്. നീ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് നിന്റെ പേരിൽ ഞാൻ മോഷണം നടത്തും. പഴി മുഴുവൻ നിനക്ക് മാത്രമായിരിക്കും. നിന്നെ പോലീസുകാർ പിടിക്കുന്നിടം വരെ ഇനിയും ഞാൻ മോഷണം നടത്തും. അങ്ങനെ അതെല്ലാം നിന്റെ തലയിലാകും. കാരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഇനിയിപ്പോ ബാങ്കിന്റെ പല ബ്രാഞ്ചിൽ നിന്നും മോഷണം നടത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പോലീസുകാരുടെ ശ്രദ്ധ എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ അവർക്ക് പണം മോഷ്ടിക്കാനായിട്ട് മറ്റൊരു വഴി മാത്രമേ
ഉള്ളൂ. ഈ മുത്തുസെൽവൻ ഓൾറെഡി മോഷ്ടിച്ച കാശുണ്ടല്ലോ, അത് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്നും കണ്ടെത്തുക. മോഷ്ടാക്കൾ മുത്തുസെൽവന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുകയും വേണം. അതിനുവേണ്ടി മുത്തുസെൽവനെ ഇവർ ഫോളോ ചെയ്യും. അയാൾ ലോഡ്ജിനടുത്തേക്ക് പോകുന്ന കണ്ടതും ആ ലോഡ്ജിൽ പോയി കാരയെ സംഘം അന്വേഷിക്കുന്നുണ്ട്. മുത്തുസെൽവന് വേണ്ടിയിട്ട് പണം മോഷ്ടിച്ച ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം കാരയ്ക്ക് മനസ്സിലായി. അങ്ങനെ കാര അവരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മുത്തുസെൽവൻ മനസ്സിലാക്കി ആ മോഷ്ടാക്കളോട് വിളിച്ചു പറയുകയും ചെയ്തു. അതോടുകൂടി അവർ കാരയെ ആക്രമിക്കാൻ വേണ്ടി ആരംഭിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് കുത്തേറ്റു. കാരയ്ക്ക് പണം കിട്ടിയതുമില്ല. മുരുകേശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാര പെട്ടെന്ന് അവനെയും കൊണ്ട് നേരെ പോകുന്നത് ഇവർ തോക്ക് വാങ്ങിയ ആളുടെ അടുത്തേക്കാണ്. അയാൾ അവന്റെ മുറിവെല്ലാം വെച്ച് കെട്ടി. വേറെ നിവൃത്തിയില്ലാതെ കാര കാശിന് വേണ്ടിയിട്ട് മുത്തുസെൽവനെ വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. എന്നാൽ ഞാനായിട്ട് നിന്റെ അടുത്ത് വന്ന സമയത്ത് നീ ആ ഓഫർ തള്ളിക്കളഞ്ഞവനല്ലേ, ഇനി നിന്റെ കൂടെ ഒരു ഡീലുമില്ല എന്നും പറഞ്ഞ് അയാൾ പോവുകയാണ്. ഇനിയും അച്ഛന്റെ ബോഡി ഹോസ്പിറ്റലിൽ നിന്നും എടുത്തില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അനാഥ ശവമായിട്ട് അത് കത്തിച്ചു കളയും. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വന്ന കാരയോട് ചെല്ലി ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും മോഷ്ടിക്കാൻ പോയോ എന്ന്. കാര തന്റെ അവസ്ഥയെപ്പറ്റി അവളോട് പറയുന്നു. തനിക്ക് വേറെ നിർവാഹമില്ല, കാശ് കിട്ടിയില്ലെങ്കിൽ അച്ഛനെ അടക്കം ചെയ്യാൻ ഒരു തരി മണ്ണ് പോലും നമ്മുടെ കയ്യിലില്ല. ഞാൻ പണം മോഷ്ടിക്കാനല്ല പോകുന്നത്. എന്റെ അച്ഛനെ ഉൾപ്പെട്ട ഈ ഗ്രാമത്തിലെ ഒരുപാട് പേരെ പറ്റിച്ച ബാങ്കാണത്. അവരുടെ കാശ് തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. എന്നാൽ നീ എന്നെപ്പറ്റി ചിന്തിക്കാത്തത് എന്താണ്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്ന് പറഞ്ഞ് സെല്ലി വളരെ കരയുന്നുണ്ട്. അവനല്ലാതെ അവൾക്കും മറ്റാരും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് അമ്മ വന്ന് പറയുന്നുണ്ട്, നീ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന്. സെല്ലി പ്രഗ്നന്റ് ആയിരുന്നു. അവളായിട്ട് അത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളെ കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ പറയുകയാണ്, അച്ഛന്റെ ആഗ്രഹം പോലെ ഈ മണ്ണിൽ തന്നെ അടക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന്. എന്നാൽ എല്ലാം കേട്ട് സങ്കടത്തോടു കൂടി കാര പറയുകയാണ്, താൻ ശരിക്കും ഈ സ്ഥലം വിറ്റ് കാശുമായി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ ഈ സ്ഥലം തിരിച്ചെടുത്തിട്ടേ പോകൂ എന്നാണ് കാര ഇപ്പോൾ പറയുന്നത്. തന്റെ അച്ഛനെ പോലെ പറ്റിക്കപ്പെട്ട എല്ലാവർക്കും പണം കിട്ടണം. അവരുടെ ആധാരം എല്ലാം തിരികെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാര രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. ആ ഗണ്ണുണ്ടാക്കുന്ന ആളുടെ അടുത്ത് നിന്നും അവിടെ സിനിമാ ഷൂട്ടിംഗ് നടത്തുന്ന ആൾക്കാർ കുറച്ച് വാള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാള് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി കാരയാണ് പോയത്. അവിടെ ആൾക്കാർ സംസാരിക്കുന്നതിൽ കാരയും കൂട്ടർക്കും സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി കുറച്ച് കാശ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ആ കാശ് കൊണ്ടുവരുന്ന വണ്ടി ആക്രമിച്ച് അതിൽ നിന്നും പണം എടുക്കാനായിരുന്നു കാരയും സംഘവും തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വഴിയിൽ പതുങ്ങിയിരുന്ന് ആ വണ്ടി ആക്രമിക്കുകയും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും മോഷണം നടന്നു എന്നുള്ള കോളുകളാണ് ഭരതന് കിട്ടിയത്. ഓരോ ബാങ്കിലും ആയിട്ട് കാരയും കൂട്ടരും പോയി കുറേശ്ശെ കാശ് മോഷ്ടിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭരതൻ ഓടി നടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് മുത്തുസെൽവനെ അയാളെ കൂടെ നിർത്തിയിരുന്നു. എന്നാൽ മുത്തുസെൽവൻ ആകെ ടെൻഷനിലായി. കാരണം മുത്തുസെൽവന്റെ ആൾക്കാരും അന്ന് അവിടുത്തെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മോഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പല ബ്രാഞ്ചുകളിലും മോഷണം നടന്നു. അതെല്ലാം അടുത്തുള്ള ബ്രാഞ്ചുകളിലാണ്. ഇനി അടുത്തതായിട്ട് കാർ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് മാപ്പ് നോക്കി ഭരതൻ കണ്ടുപിടിക്കുന്നു. അവരാദ്യം മോഷണം നടത്തി പരാജയപ്പെട്ട ആ ബ്രാഞ്ചിലേക്കാണ് അവർ പോകാനിരിക്കുന്നതെന്ന് ഭരതൻ കണ്ടുപിടിക്കുന്നു. മുത്തുസെൽവനെയും കൂട്ടി ഭരതൻ അവിടേക്ക് പോകുന്നു. പക്ഷെ അവിടേക്ക് പോകേണ്ട കാര്യം എന്താണ്? അവിടെ ഓൾറെഡി ഒരു മോഷണ ശ്രമം നടന്നതല്ലേ. പക്ഷെ മോഷണം നടത്തിയ ബാങ്കിൽ ഇനിയും പണം ഉണ്ടാകില്ലേ? അവൻ വീണ്ടും അങ്ങോട്ട് വരാൻ സാധ്യതയില്ലേ എന്ന് ഭരതൻ ചോദിക്കുന്നു. മുത്തുസെൽവൻ ആകെ ടെൻഷനിലായിരുന്നു. കാരണം ആ ബ്രാഞ്ചിലേക്കാണ് മുത്തുസെൽവന്റെ ആൾക്കാർ മോഷ്ടിക്കാൻ വരുന്നത്. മുത്തുസെൽവനും ഭരതനും ബാങ്കിലേക്ക് എത്തി. അവിടെ ഇതുവരെയും മോഷണം നടന്നിട്ടില്ല. എപ്പോ വേണമെങ്കിലും കാരയും കൂട്ടരും അവിടേക്ക് വരാം. അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ. എന്നാൽ ഭരതന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് മുത്തുസെൽവന്റെ ആൾക്കാരായിരുന്നു. മുത്തുസെൽവൻ അവിടെ നിൽക്കുന്നത് കാരണം മോഷ്ടിക്കാൻ വന്നവർ വിചാരിച്ചു ഭരതനും മുത്തുസെൽവന്റെ ആളാണെന്ന്. അതുകൊണ്ട് അയാൾ അറിയാതെ അവർ മുത്തുസെൽവനോട് പറയുകയും ചെയ്തു, സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ഈ പോലീസുകാരന് ഞങ്ങളുടെ ആളാണോ എന്ന് ചോദിച്ചു. ഇത് ഭരതൻ കേട്ടു. ഇത് കേട്ടതും പെട്ടെന്ന് മോഷ്ടാക്കളെ ഭരതൻ ഷൂട്ട് ചെയ്തു. അതിലൊരാൾ ഭരതന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, തന്നെ ഷൂട്ട് ചെയ്യരുതെന്ന്. ഈ മുത്തുസെൽവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്തത്. അതോടെ ഭരതനും കാര്യം മനസ്സിലായി. കാരയും സംഘവും മോഷണം നടത്തുന്നതിന്റെ ഇടയിൽ ബാങ്ക് മാനേജറും അതായത് ഈ മുത്തുസെൽവനും മോഷ്ടാക്കളെ ഉപയോഗിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ മുത്തുസെൽവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. പക്ഷെ പെട്ടെന്ന് അതുവഴി വന്ന ഒരു ട്രാക്ടർ ഇടിച്ച് അയാൾ നിലത്ത് വീഴുന്നു. സീരിയസ് ഇഞ്ചുറി ആയതുകൊണ്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയം കൊണ്ട് മോഷ്ടിച്ച പണത്തിൽ നിന്നും ബാക്കി അടയ്ക്കാനുള്ള ലോണിന്റെ തുക കൊണ്ടുപോയി അടയ്ക്കുകയും മെയിൻ ബ്രാഞ്ചിൽ നിന്ന് സ്ഥലത്തിന്റെ ആധാരം കൈപ്പറ്റുകയും ചെയ്തു. തന്റെ അച്ഛന്റെ ബോഡി തിരിച്ചെടുത്ത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അടക്കം ചെയ്തു. ആശുപത്രിയിൽ കിടന്ന മുത്തുസെൽവൻ തന്റെ തെറ്റെല്ലാം ഭരതനോട് ഏറ്റുപറയുന്നു. എന്നാൽ തന്നെ കൂടെ നിന്ന് പറ്റിച്ച മുത്തുസെൽവനെ അങ്ങനെ വെറുതെ വിടാൻ ഭരതൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്സിജന്റെ ലെവൽ കൂട്ടിവെച്ച് മുത്തുസെൽവനെ ഭരതൻ അവിടെ വെച്ച് കൊല്ലുന്നു. തിരിച്ച് ബാങ്കിലേക്ക് എത്തിയപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും കാശുമായിട്ട് വന്ന് അവരവരുടെ ലോൺ അടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മോഷ്ടിച്ച കാശെല്ലാം കാര അവർക്കെല്ലാം പങ്കുവെച്ച് കൊടുത്തായിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടപ്പോൾ തന്നെ ഭരതന് കാര്യം മനസ്സിലായി, ഇതെല്ലാം മോഷ്ടിച്ച കാശാണെന്ന്. എന്നാൽ ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ ബാങ്കുകൾ ഞങ്ങളെ പറ്റിച്ച കാശ് തന്നെയാണിത്. അവർ ഓരോരുത്തരും ആ പണം അവിടെ അടയ്ക്കുകയും അവരുടെ പേപ്പറുകൾ തിരിച്ചെടുക്കുകയും ചെയ്തു. അച്ഛന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കാര. ആ സമയം ഭരതൻ അങ്ങോട്ട് വന്നിട്ട് കാരയോടൊക്കെ സംസാരിക്കുകയാണ്. കടം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരെല്ലാം നോക്കി നിൽക്കണമെന്നാണോ നീ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരയെ അയാൾ അടിക്കുന്നു. എന്നാൽ അവൻ ഭരതന്റെ കയ്യിൽ നിന്ന് തോക്കും തട്ടിപ്പറിച്ചെടുത്ത് അയാളുടെ നെറ്റിയിലേക്ക് ചൂണ്ടുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും EMI ഉണ്ടോ എന്ന് ചോദിക്കുന്നു.
ചോദിക്കുകയാണ്. എനിക്ക് കാർ എടുത്തതിന്റെ ലോൺ ഉണ്ടെന്ന് അയാൾ പറയുന്നു. 3 മാസം ശമ്പളം വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ തിരിച്ചടയ്ക്കും? 3 വർഷമായി കഴിഞ്ഞാലോ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഭരതൻ പറയുന്നു. ഇവിടുത്തെ ജനങ്ങളെല്ലാം ആ ബാങ്കുകാർ പറ്റിച്ചാണ്. ലോൺ എടുക്കുന്ന സമയത്ത് പലിശ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും കൂട്ടുപലിശ കൂടി അത് വലിയ തുകയാകുമെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ആരും ആ ലോൺ എടുക്കില്ലായിരുന്നു. അങ്ങനെ ഇതൊന്നും അറിയാത്ത അവരെ ഈ ബാങ്കുകാർ പറ്റിച്ചു. അങ്ങനെയുള്ളപ്പോ അവിടെയുള്ള ആളുകളുടെ സ്ഥലം തിരിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തതെന്ന് പറയുന്നു. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് നല്ല കാര്യമാണെന്ന് ഭരതൻ അറിയാം. പക്ഷെ ഇപ്പൊ ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭരതന് പ്രശസ്തി ലഭിക്കുമല്ലോ എന്ന് ഭരതൻ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ കയ്യിലേക്ക് വിലങ്ങ് വെക്കാൻ തുടങ്ങിയായിരുന്നു ഭരതൻ. എന്നാൽ അടുത്ത നിമിഷം അയാൾക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നു. ഇപ്പോൾ ജനങ്ങളുടെ എല്ലാം ഹീറോയാണ് കാര. ആൾക്കാർക്കെല്ലാം ഇവനെ ഇപ്പോൾ വലിയ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പത്രത്തിൽ മുഴുവൻ ഇവന്റെ പടമായിരിക്കും. ഇവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ഹീറോ ആയി മാറുകയും ചെയ്യും. അങ്ങനെ പേരും പ്രശസ്തിയൊക്കെ കുപ്രസിദ്ധിയാണെങ്കിലും കാരയെ തേടിയെത്തും. എന്നാൽ ആ മോഷണങ്ങളെല്ലാം ബാങ്ക് മാനേജറുടെ പേരിൽ കെട്ടിവെക്കുകയാണെങ്കിൽ, അതായത് മുത്തുസെൽവനാണ് മോഷ്ടിച്ചതെന്ന് പറയുകയാണെങ്കിൽ, അതെല്ലാം കണ്ടെത്തുന്ന ഭരതൻ എന്ന പോലീസുകാരനാണ് ഹീറോ. പേരും പ്രശസ്തിയെല്ലാം ഭരതന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഭരതൻ പറയുന്നത്, തൽക്കാലം എന്റെ പടം പത്രത്തിൽ വരണമെങ്കിൽ മുഖ്യപ്രതി മുത്തുസെൽവനെ ആക്കുന്നതാണ് ശരി. അയാൾ കാരയെ വെറുതെ വിടും. ഇനി മേലാൽ ഇങ്ങനെ മോഷണത്തിന് പോകരുതെന്നും പറയുന്നു. എന്നാൽ താൻ ഇനി മോഷ്ടിക്കില്ല എന്നും ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും കൃഷിയോ കച്ചവടമോ ഒക്കെ നടത്തി താൻ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കാര പറയുന്നു. തന്നെ വെറുതെ വിട്ടതിൽ കാര ഭരതനോട് നന്ദി പറയുന്നതോടും കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്നതിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സിനിമയൊക്കെ കാണാനും ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.